Cubic spline interpolation. What is interpolation? y equal to f of x എന്നുള്ള റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ടാബുലർ വാല്യൂസ് ആണ് എക്സ് നോട്ട് വൈ നോട്ട് എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു എക്സെട്ര എക്സ് എൻ വൈ എൻ വേർ ദി എക്സ്പ്ലിസിറ്റ് നാച്ചർ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് നോൺ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു സിമ്പിൾ ഫംഗ്ഷനെ നമുക്കിവിടെ കണ്ടെത്തണം. Say phi of x such that f of x and phi of x agree at the set of tabulated points. Such a process is called interpolation. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ interpolation എന്ന് പറയുന്നത്. What is spline function? Spline functions are piecewise connecting polynomials. We consider the same set of data points. Si of x be the cubic spline defined in the interval xi minus 1 xi. What is si of x? That is equal to yi minus 1 plus mi into x minus xi minus 1. The conditions for the natural cubic splines are: 1. Si of x is almost a cubic in each subinterval xi minus 1 xi, where I is equal to 1 to etc. n. Second one, si of xi is equal to yi, where I is equal to 0, 1 to etc. n. Third one, si of x, si dash of x and si double dash of x are continuous in x naught, xn, and the fourth one, si double dash of x naught is equal to si double dash of xn is equal to 0. This is the graph for cubic spline. Cubic spline are continuous first and second derivative. Each subinterval is connected by polynomial of degree 3. The points are satisfying a function. The cubic spline is near to the function. Cubic spline കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റും സെക്കൻഡും ഡെറിവേറ്റീവും കണ്ടിന്യൂസ് ആണ്. The cubic splines are spline of degree 3 or order 4 has been found to be the most popular in engineering applications. To derive the governing equations of cubic spline, we observe that spline second derivative must be linear. Hence we have in the interval xi minus 1 xi, we get si double dash of x is equal to 1 by hi into xi minus x into mi minus 1 plus x minus xi minus 1 into mi. ഇതിന് ഇക്വേഷൻ നമ്പർ സി എന്ന് കൊടുക്കുകയാണ്. നമുക്കറിയാം ഇതിൽ എച്ച് ഐ എന്ന് പറഞ്ഞാൽ എന്താണ് xi minus 1 ആൻഡ് si ഡബിൾ പ്രൈം ഓഫ് xi എന്താണ് mi ആണ്. ഇനി ഒബിയസ്ലി ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ആർ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇക്വേഷൻ സിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സിൽ 2 തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? si of x is equal to 1 by hi into xi minus x whole cube by 6 into mi minus 1 plus x minus xi minus 1 whole cube divided by 6 into mi plus ci into xi minus x plus di into x minus xi minus 1. ഇക്വേഷൻ നമ്പർ 1 ആക്കിയിട്ട് എടുക്കുക. ഇതിൽ സി ഐയും ഡി ഐയും എന്താണ്? കോൺസ്റ്റൻസ് ആണ്. രണ്ട് പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉള്ള 2 കോൺസ്റ്റൻസ് ആണ് ഈ ഡി ഐയും സി ഐയും. ഇനി നമുക്കിതിൽ കണ്ടെത്തേണ്ടത് എന്തൊക്കെയാണ്? എം ഐ വാല്യൂവും പിന്നെ സി ഐയും ഡി ഐയും ആണ് കണ്ടെത്തേണ്ടത്. യൂസിങ് ദ കണ്ടീഷൻ si of xi minus 1 is equal to yi minus 1 and si of xi is equal to yi. ഈ 2 കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സി ഐയുടെയും ഡി ഐയുടെയും വാല്യൂ കണ്ടെത്താണ്. ഇനി സി ഐ ഇസ് ഈക്വൽ ടു നമുക്കപ്പോൾ എന്ത് കിട്ടും? അതിന് വേണ്ടിയിട്ട് നമ്മൾ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു xi minus 1 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു xi minus 1 കൊടുക്കുമ്പോൾ ഇത് 0 ആവും, ഇത് 0 ആവും. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാവുള്ളൂ. അത് രണ്ടും എന്താകും? ഇത് രണ്ടും എച്ച് ആകും. അപ്പോൾ നമുക്ക് സി ഐ എന്ത് കിട്ടും? സി ഐ ഇസ് ഈക്വൽ ടു 1 by hi ഇൻറ്റു yi minus 1 മൈനസ് hi സ്ക്വയർ ഡിവൈഡ് ബൈ 6 ഇൻറ്റു mi minus 1. ഇതാണ് സി ഐയുടെ വാല്യൂ. ഇനി ഡി ഐയുടെ വാല്യൂ എന്താകും? അതിന് നമ്മൾ എക്സ് ഈക്വൽ ടു xi കൊടുക്കുകയാണ്. അപ്പോൾ ഈ ടേം 0 ആകും, ഈ ടേമും 0 ആകും. ഇതെന്താകും? എച്ച് ആണ്, ഇതും എച്ച് ആണ്. അപ്പോൾ ഡി ഐയുടെ വാല്യൂ എന്ത് കിട്ടും? ഡി ഐ ഇസ് ഈക്വൽ ടു 1 by hi ഇൻറ്റു
yi minus hi square divided by 6 into mi. അപ്പോൾ നമുക്ക് സി ഐയുടെയും ഡി ഐയുടെയും വാല്യൂസ് കിട്ടി. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഇതാ, അതിൽ ഈ രണ്ട് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എസ് ഐ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/hi ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 6 ഇൻറ്റു എം ഐ മൈനസ് 1 പ്ലസ് എക്സ് മൈനസ് എക്സ് ഐ മൈനസ് 1 ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 6 ഇൻറ്റു എം ഐ പ്ലസ് yi minus 1 minus hi square divided by 6 into mi minus 1 into xi minus x plus yi minus hi square divided by 6 into mi into x minus xi minus 1. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആക്കിയിട്ട് എടുക്കാം. In equation number 2, the spline second derivatives mi are still not known. ഇതിൽ നമുക്ക് mi നമുക്ക് ഇപ്പോഴും അറിയില്ല. ആ mi നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? We use the condition of continuity of si dash of x. mi വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കണ്ടിന്യൂറ്റി കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് കണ്ടിന്യൂറ്റി കണ്ടീഷൻ നമ്മൾ si ഡാഷ് ഓഫ് എക്സിൽ കണ്ടെത്താണ് ചെയ്യുന്നത്. അതിന് നമ്മൾ si ഡാഷ് ഓഫ് എക്സ് നമ്മൾ കണ്ടെത്താണ്. si ഓഫ് എക്സ് എന്താണ് നമുക്കറിയാം. ഡെറിവേറ്റീവ് എന്താണ് കാണുമ്പോൾ നമുക്ക് കിട്ടുക 1/hi ഇൻറ്റു -3 ഇൻറ്റു xi മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 6 ഇൻറ്റു mi മൈനസ് 1 പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് xi മൈനസ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 6 ഇൻറ്റു mi മൈനസ് yi മൈനസ് 1 മൈനസ് hi സ്ക്വയർ ഡിവൈഡ് ബൈ 6 ഇൻറ്റു mi മൈനസ് 1 പ്ലസ് yi മൈനസ് hi സ്ക്വയർ ഡിവൈഡ് ബൈ 6 ഇൻറ്റു mi. അപ്പോൾ നമുക്ക് si ഡാഷ് ഓഫ് എക്സ് കിട്ടി. ഇനി നമ്മൾ കണ്ടിന്യൂറ്റി കണ്ടീഷൻ ഇതിൽ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. കണ്ടിന്യൂറ്റി കണ്ടീഷൻ എന്താണ് പറയുന്നത്? എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് എപ്സിലോൺ. ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ആസ് എപ്സിലോൺ ടെൻസ് ടു 0. നമ്മൾ ഈ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ si ഓഫ് xi മൈനസ് ഇസ് ഈക്വൽ ടു si പ്ലസ് 1 ഓഫ് xi പ്ലസ്. രണ്ടും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. കണ്ടിന്യൂറ്റി കണ്ടീഷൻ പറയുന്നത് ജസ്റ്റ് ആഫ്റ്റർ ദി xi പോയിൻറ്റ് ദ സ്പ്ലിൻ ഫംഗ്ഷൻ ഈസ് si പ്ലസ് 1 ഓഫ് എക്സ്. ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് si പ്ലസ് 1 dash of x. Just before the xi value, the spline function is si of x and the first derivative is si dash of x. Both should be continuous at the boundary. ബൗണ്ടറിയിൽ ഇത് രണ്ടും കണ്ടിന്യൂസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് si ഡാഷ് ഓഫ് xi മൈനസും si പ്ലസ് 1 ഡാഷ് ഓഫ് xi പ്ലസും കണ്ടിട്ട് അത് രണ്ടും ഇക്വേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടെത്താണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് si ഡാഷ് ഓഫ് xi മൈനസ് കാണുകയാണ്. സെറ്റിംഗ് ദി കണ്ടീഷൻ x ഈക്വൽ ടു xi ഇസ് ഈക്വൽ ടു hi ബൈ 2 ഇൻറ്റു mi മൈനസ് 1/hi ഇൻറ്റു yi മൈനസ് 1 മൈനസ് hi സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു mi മൈനസ് 1 പ്ലസ് 1/hi ഇൻറ്റു yi മൈനസ് hi സ്ക്വയർ ഡിവൈഡ് ബൈ 6 ഇൻറ്റു mi. ഇനി ഇതിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുക എന്താണ് 1/hi ഇൻറ്റു yi മൈനസ് 1 പ്ലസ് hi ബൈ 6 ഇൻറ്റു mi മൈനസ് 1 പ്ലസ് hi ബൈ 3 ഇൻറ്റു mi വേർ i is equal to 1 to etc. n. ഇതിന് ഇക്വേഷൻ നമ്പർ 3 ആക്കിയിട്ട് എടുക്കാം. ഇത് 3 ആണ്. ഇനി റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമുക്ക് എന്താണ് si പ്ലസ് 1 ഓഫ് എക്സ് കിട്ടണം. അത് നമ്മൾ കാണാം. എങ്ങനെ സെറ്റിംഗ് ദ കണ്ടീഷൻ i is equal to i പ്ലസ് 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? si പ്ലസ് 1 ഓഫ് എക്സ് എന്ത് കിട്ടും? 1/hi പ്ലസ് 1 ഇൻറ്റു xi പ്ലസ് 1 മൈനസ് എക്സ് ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 6 ഇൻറ്റു mi പ്ലസ് എക്സ് മൈനസ് xi ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 6 ഇൻറ്റു mi പ്ലസ് 1 പ്ലസ് yi minus hi plus 1 whole square divided by 6 into mi into xi plus 1 minus x plus yi plus 1 minus hi plus 1 square divided by 6 into mi plus 1 into x minus xi. The equation number 4 ആക്കിയിട്ട് എടുക്കാം. hi plus 1 എന്താണ്? നമുക്ക് hi നമുക്ക് എന്താണെന്ന് അറിയാലോ. അപ്പോൾ hi plus 1 എന്താകും? xi plus 1 minus xi ആണ്.
ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഈ ഇക്വേഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കിട്ടും. ദാറ്റ് ഈസ് si plus 1 dash of xi plus is equal to 1 by hi plus 1 into yi plus 1 minus yi minus hi plus 1 divided by 3 into mi minus hi plus 1 divided by 6 into mi plus 1 കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 5 ആക്കിയിട്ട് എടുക്കുക. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ 3യും 5ഉം ഈക്വലാണ്. നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, റെക്കറൻസ് റിലേഷനാണ് കിട്ടുക. അതെന്താണ്, രണ്ടും ഇക്വേറ്റ് ചെയ്ത് എഴുതിയിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, hi by 6 into mi minus 1 plus 1 by 3 into hi plus 1 into mi plus hi plus 1 by 6 into mi plus 1 is equal to yi plus 1 minus yi by hi plus 1 minus yi minus yi minus 1 divided by hi. അത് ഇക്വേഷൻ നമ്പർ 6 ആക്കിയിട്ട് എടുക്കുക. വേർ i is equal to 1 to etc n minus 1. This is the recurrence relation. ഇക്വേഷൻ 6 നമുക്ക് എന്താണെന്ന് കിട്ടിയത് നമ്മൾ റെക്കറൻസ് റിലേഷനാണ്. ഇനി ഇക്വേഷൻ 6നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, hi is equal to hi plus 1 is equal to h എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, mi minus 1 plus 4 into mi plus 1 is equal to 6 by h square into yi plus 1 minus 2 into yi plus yi minus 1. ഇക്വേഷൻ നമ്പർ 7 ആക്കിയിട്ട് എടുക്കാം. The system of equation 6 has some special significance. If mo and mn are known, then the system can be written as, നമുക്ക് ഈ ഇക്വേഷൻ 6ൽ നമുക്ക് ഐയുടെ വാല്യൂ 1 2 എക്സെട്ര n മൈനസ് 1 ഒക്കെ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഇക്വേഷനാണ്, ആ ഇക്വേഷൻസാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഐയുടെ വാല്യൂ 1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 2 into h1 plus h2 into m1 plus h2 into m2 is equal to 6 into y2 minus y1 divided by h2 minus y1 minus y0 by h1 minus h1 m0. ഇനി ഐയുടെ വാല്യൂ 2 കൊടുത്താൽ h2 m1 plus 2 into h2 plus h3 into m2 plus h3 into m3 is equal to 6 into y3 minus y2 divided by h3 minus y2 minus y1 by h2 എന്ന് കിട്ടും. h3 ഇനി നമ്മൾ ഐയുടെ വാല്യൂ 3 കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും, h3 m2 plus 2 into h3 plus h4 into m3 plus h4 m4 is equal to 6 into y4 minus y3 divided by h4 minus y3 minus y2 divided by h3. ഇനി നമുക്ക് ഐയുടെ വാല്യൂ n minus 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, hn minus 1 mn minus 2 plus 2 into hn minus 1 plus hn mn minus 1 is equal to 6 into yn minus 1 divided by hn minus yn minus 1 minus yn minus 2 divided by hn minus 1 minus hn mn എന്ന് കിട്ടും. ഈ ഇക്വേഷൻ നമ്മൾ എന്താക്കിയിട്ട് എടുക്കുകയാണ്, ഇക്വേഷൻ 8 ആക്കിയിട്ട് എടുക്കുകയാണ് ഈ മൊത്തം ഇക്വേഷനെ. ഇക്വേഷൻ 6 or 7 constitute a system of n minus 1 equations. ഇനി നമുക്ക് എന്താണ് mi വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് mi വാല്യൂസ് കിട്ടും. That gives the required cubic spline in the interval xi minus 1 xi, and also y dash can be obtained from 3 and 5. y dash നമുക്ക് 3ഉം 5 y ഡാഷും കിട്ടും. ഇതാണ് ക്യൂബിക് സ്പ്ലൈൻ ഇൻ്റർപൊളേഷൻ എന്ന ടോപ്പിക്കിൽ പറയുന്നത്.